ഹലോ എവരിവൺ. നമ്മൾ നേരത്തെ തന്നെ പേര് തീരുമാനിച്ചതുകൊണ്ട് അതിനു പറ്റിയ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യലായിരുന്നു അടുത്ത ടാസ്ക്. ലോഗോ എന്തു വേണമെന്ന കാഴ്ചപ്പാട് നേരത്തെ ഉള്ളതുകൊണ്ട് ChatGPT സഹായത്തോടെ നിഷ്പ്രയാസം ഒരു ലോഗോ റെഡിയാക്കി. അടുത്ത ഒരു വലിയ ടാസ്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും റിയൽ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കലുമായിരുന്നു. ഇപ്പം ഈ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണോ, അത് ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് ചെയ്താൽ പോരെ എന്ന ചോദ്യമാണ് ഒരുപാട് ഞാൻ നേരിട്ടത്. എൻ്റെ ബ്രാൻഡ് നെയിമും ലോഗോയും അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഞാൻ ആ വക ചോദ്യങ്ങളൊക്കെ തിരിച്ചു മറുപടിയൊന്നും പറയാതെ തന്നെ അവഗണിച്ചു. പിന്നെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മുഴുവനായും മനസ്സിലാക്കിയ ഞാൻ അത് ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി. അതിനു പറ്റിയ ഒരാളെയും കണ്ടുപിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അതിന് മിനിമം 3-4 മാസം സമയമാകുമെന്ന്. ഇനി ഒട്ടും സമയമില്ലാതിരുന്നതിനാൽ അത് കൈയോടെ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ബ്രാൻഡ് നെയിമിനോട് സാമ്യമുള്ള വേറൊരു ബ്രാൻഡ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നെയിം കിട്ടാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ് എന്നതാണ് അടുത്തതായി വന്ന പ്രശ്നം. രണ്ടു പേരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് തോന്നിയ ഞാൻ ഇപ്പോൾ നിശ്ചയിച്ച പേരിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. എന്താകുമെന്ന് വെയിറ്റ് ചെയ്ത് കാണാം. റിയൽ മാനുഫാക്ചേഴ്സിനെ ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, ആലിബാബ പോലുള്ള സൈറ്റിൽ എല്ലാം തിരഞ്ഞു. ഒരുപാട് എൻക്വയറീസിനും ഫോൺ കോൾസിനും ഇടയിൽ എത്തിപ്പെട്ടതെല്ലാം ഹോൾസെയിൽ ഡീലേഴ്സിൻ്റെ അടുത്തായിരുന്നു. നല്ല റിവ്യൂസ് ഉള്ള എല്ലാവരോടും 1-2 പീസ് വീതം സാമ്പിൾ തരാനായി ആവശ്യപ്പെട്ടു. വന്നതിൽ വില കുറഞ്ഞ മിക്കതും എൻ്റെ എക്സ്പെക്റ്റേഷനു പറ്റിയ പോലെ ഫിനിഷിംഗ് ഉണ്ടായില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനാൽ ആ ഡീലിങ്സ് എല്ലാം തന്നെ ഞാൻ റിജക്റ്റ് ചെയ്തു. റിയൽ മാനുഫാക്ചേഴ്സിന് വേണ്ടിയുള്ള സെർച്ച് ഇപ്പോഴും തുടരുന്നു.